ഞാൻ ഇപ്പോഴും മേടിക്കാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട്. എനിക്കും നല്ല ലേറ്റായിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്, അതിൽ ഒരു സംശയമില്ല. പക്ഷേ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഇതുവരെയും പ്രോഡക്ട്സ് കിട്ടാണ്ടിരുന്നിട്ടില്ല. ലേറ്റായിട്ടാണെങ്കിലും ചിലതും 7 ദിവസത്തെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല. ഞാൻ അങ്ങനത്തെ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത്. അങ്ങനത്തെ ഒക്കെ എനിക്കൊരു അശ്വി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അശ്വതി അഥവാ അശ്വി. തന്റെ യൂട്യൂബ് ചാനൽ വഴി ഒരുപാട് പ്രൊഡക്റ്റുകൾ അശ്വി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കൂടുതലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. മുഖം വെളുക്കാനും മുടി വളരാനും ഒക്കെയുള്ള ടിപ്സും പ്രൊഡക്ട്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഒരു ടിപ്പിക്കൽ ബ്യൂട്ടി വ്ളോഗർ തന്നെയാണ് ഇവർ. ഒരു സമയത്ത് ഇവർ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായിരുന്നു. അശ്വിൻ ഇൻഫ്ലുവൻസഡ് ആയി അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അശ്വി നമ്മുടെ മൂൺ ഗോഡസിന്റെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതോടെ അശ്വിക്ക് പതുക്കെ നെഗറ്റീവ്സ് വരാൻ തുടങ്ങി. കാരണം മൂൺ ഗോഡസിനെ അറിയാലോ, മൂൺ ഗോഡസിൽ നിന്ന് പർച്ചേസ് ചെയ്ത 3-2 പേർക്കും അവരെ കുറിച്ച് പരാതി മാത്രമാണ് പറയാനുള്ളത്. ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിലും 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് അവരിത് ഡെലിവറി ചെയ്യുക. അതുപോലെ തന്നെ പലപ്പോഴും ഇവർ വീഡിയോകളിലൊക്കെ കാണിക്കുന്ന ക്വാളിറ്റി ഒന്നും നമ്മുടെ കൈ കിട്ടി കാണത്തുമില്ല. അങ്ങനെ അശ്വിൻ മൂൺ ഗോഡസിനെ പ്രൊമോട്ട് ചെയ്തപ്പോഴൊക്കെ അശ്വിന്റെ ഫോളോവേഴ്സും മൂൺ ഗോഡസിന് തട്ടിപ്പിനിരയായവരുമല്ല ഇനി മൂൺ ഗോഡസിനെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരെ പറ്റിക്കരുത്, ഇവർ ഫുൾ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിന്റെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അശ്വി വീണ്ടും ഇടയ്ക്കിടെ വരെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അശ്വിയും മൂൺ ഗോഡസിന് ഉടമയായിട്ടുള്ള അനിതയും തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിനെ പുറത്താണ് താൻ മൂൺ ഗോഡസിനെ പ്രൊമോട്ട് ചെയ്തത് എന്നും അല്ലാതെ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് അശ്വി ഇടയ്ക്കിടെ പറയുമായിരുന്നു. എവിടെ നോക്കിയാലും മൂൺ ഗോഡസിന് നെഗറ്റീവ് മാത്രമാണെന്ന് മനസ്സിലാക്കിയ അശ്വി കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പേ വരെ വെളുപ്പിക്കാൻ വേണ്ടി അനിതയുമായിട്ടൊരു ഇന്റർവ്യൂ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ആളുകൾ ഇങ്ങനെ നിത്യേന പറ്റിക്കപ്പെടുകയല്ലേ. സോ ഇങ്ങനെ ഇടയ്ക്കിടെ മൂൺ ഗോഡസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ നെഗറ്റീവായി ബാധിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ അശ്വി എന്താക്കി, നൈസായിട്ട് മൂൺ ഗോഡസിനെ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങ് നിർത്തി. ഇപ്പൊ കുറച്ച് കാലമായിട്ട് അവർ മൂൺ ഗോഡസിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു യൂട്യൂബ് ലൈവിനിടയിൽ അശ്വിന്റെ ഒരു ഫോളോവർ മൂൺ ഗോഡസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അശ്വിനോട് ചോദിച്ചു. ആ സമയത്ത് അശ്വി പറഞ്ഞ മറുപടിയാണ് ഇപ്പൊ വീണ്ടും വിവാദമായി മാറിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. വൺ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ മൂൺ ഗോഡസ് ഇഷ്യൂ? ഇത് എനിക്ക് തോന്നുന്നു കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മൂൺ ഗോഡസ് ആയിട്ട് കുറേ പേർക്കുള്ള സംശയമാണ് അവൾ എനിക്ക് പേയ്മെന്റ് തന്നിട്ടാണ് ചെയ്യണേന്നുള്ളത്. അത് ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറയാം കേട്ടോ. മൂൺ ഗോഡസ് എന്നല്ല, ഒരാളായിട്ടും ഒരു ബൊട്ടീക്സ് ആയിട്ട് ഇപ്പോഴും ചെയ്തിട്ടുള്ളതൊന്നും പേയ്മെന്റിലല്ല. എനിക്ക് മെയിനായിട്ട് നല്ല നല്ല കോണ്ടന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ബെസ്റ്റ് കണ്ടന്റ് തന്നെയാണ് അശ്വി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കണ്ടന്റ് കൊണ്ടുവരികയാണ് പോലും പുള്ളിക്കാരുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ മൂൺ ഗോഡസ് പോലുള്ള ആൾക്കാരെ പറ്റിക്കുന്ന ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനികൾക്ക് എതിരെ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് അത് നല്ലൊരു കണ്ടന്റ് ആവുന്നത്. അല്ലാതെ ആൾക്കാരെ പറ്റിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്തും ന്യായീകരിച്ചും വീഡിയോകൾ ചെയ്യുന്നത് എങ്ങനെയാണ് നല്ല കണ്ടന്റ് ആയി മാറുന്നത്? പിന്നെ ഈ പ്രൊമോഷനുകൾക്കൊന്നും പൈസ വാങ്ങിയില്ല എന്നും പറയുന്നു. പൈസ പോലും വാങ്ങാതെ ഇത്ര ആത്മാർത്ഥതയോടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പൈസ വാങ്ങാനുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. എന്തായാലും നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മൂൺ ഗോഡസ് പോലുള്ള കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് വലിയ കോമഡി ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല. കൊള്ളാം, എന്തായാലും ബാക്കിയോട് കേട്ടു നോക്കാം. ഞാൻ ബൊട്ടീക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആ ഒരു രീതി ഉദ്ദേശിച്ചിട്ടാണ്. പ്ലസ് ഒരു വുമൻ ഓൺടർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ എനിക്ക് മൂൺ ഗോഡസിന്റെ ആ ഒരു സപ്പോർട്ടിന്റെ അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെയല്ല. അതെ, അശ്വി അനി എന്ന് പറയുന്നത് മൂൺ ഗോഡസിന് ഓണർ ആയിട്ടുള്ള അനിതയെ ഉദ്ദേശിച്ചാണ്. അനിതയ്ക്ക് എന്റെ സപ്പോർട്ടിന് ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് അശ്വി പറയുന്നത്. ആ പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. ആളെ പറ്റിക്കാൻ അനിത ചേച്ചിക്ക് വേറെ ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ചേച്ചി ഒറ്റയ്ക്ക് തന്നെ ധാരാളം. എത്ര വലിയ തട്ടിപ്പാണെന്ന് അറിഞ്ഞാലും തല വെച്ച് കൊടുക്കുന്ന ഇഷ്ടംപോലെ മണ്ണന്മാർ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം അനിത ചേച്ചിക്ക് വേറെ ആരുടെയും സഹായത്തിന് ആവശ്യമില്ല. പിന്നെന്താണ് അശ്വി ചേച്ചി പറഞ്ഞത്? ഒരു വനിതാ സംരംഭം ആയതുകൊണ്ടാണ് മൂൺ ഗോഡസിനെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത്. അല്ലെ, നല്ല കാര്യമാണത്. വനിതാ സംരംഭകയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതിങ്ങനെ ആളെ പറ്റിക്കുന്ന സംരംഭകയെ ആകരുതെന്ന് മാത്രം. അതിപ്പോ വനിതയായാലും പുരുഷനായാലും ആളെ പറ്റിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് 1 കൊല്ലത്തിന് ശേഷമൊക്കെ ഡെലിവറി ചെയ്യുന്നത് ഏറ്റവും വലിയ തെണ്ടിത്തരമാണ്, തട്ടിപ്പാണ്, ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. അതിപ്പോ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വനിതാ സംരംഭയുടെ സ്വപ്നം, വിയർപ്പ്, കഷ്ടപ്പാടിന്റെ വില എന്നൊന്നും പറഞ്ഞ് ആര് ന്യായീകരിച്ച് വന്നാലും തട്ടിപ്പ് തന്നെയാണെന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4 വർഷം മുമ്പാണ് അവിടെ നിന്ന് എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പ്രോഡക്ട്സ് മേടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് 4 വർഷം മുമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 മാസം അങ്ങനെ കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്നിട്ട് റിവ്യൂ പോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ അവൾക്ക് അന്ന് ഞാനാണെന്ന് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലിങ്ങനെ കുറേ ഹെയ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വൈകിയാണ് കിട്ടണേ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പം എനിക്കും 2 മാസമായിട്ടൊക്കെയാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് അടിപൊളിയായിരുന്നു. അതിനുശേഷം പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത്
എനിക്കും അവൾക്കും മനസ്സിലായത് അത്ര പബ്ലിക്കലി അതത്ര നല്ല അല്ല എന്നുള്ളത്. അപ്പോൾ പ്രൊഫഷണൽ ഇത് വേറെ, പേഴ്സണൽ ഇത് വേറെ. എനിക്ക് അവളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഈ ഒരു പോയിന്റിൽ ഞാനൊരു റിവ്യൂ പറയണത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും മേടിക്കാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട്. എനിക്കും നല്ല ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഇതുവരെയും പ്രോഡക്ട്സ് കിട്ടാണ്ടിരുന്നിട്ടില്ല. ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലതും 7 ദിവസത്തെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല. ഞാൻ അങ്ങനത്തെ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത്. അങ്ങനത്തെ ഒക്കെ എനിക്കൊരു 14-18 ദിവസത്തിനൊക്കെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഡബിൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാത്തത് എഗെയിൻ ഒരു 6-7-8 മാസം അങ്ങനെയൊക്കെ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. വിശ്വസിച്ചു, നല്ലോണം വിശ്വസിച്ചു. തനിക്കും 6-7 മാസം ഒക്കെ കഴിഞ്ഞാണ് പ്രൊഡക്റ്റ് കിട്ടാറുള്ളത് എന്നുള്ളതാണ് അശ്വി ചേച്ചി പറഞ്ഞത് അല്ലെ. അനിതയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അശ്വി. അങ്ങനെയുള്ള അശ്വി ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എന്തായാലും അനിതയെ നേരിട്ട് വിളിക്കില്ലേ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ആക്കിയിട്ടുണ്ട് എന്ന് പറയില്ലേ. ഇത് കേൾക്കുന്ന അനിത തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യില്ലേ? ചെയ്യും, ഉറപ്പാണ്. പിന്നെ എന്തിനാണ് വെറുതെ എനിക്ക് 8 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് പ്രൊഡക്റ്റ് കിട്ടാറ് എന്നുള്ളത് കള്ളം പറയുന്നത്? ഞാൻ പലപ്പോഴും പൈസ കൊടുത്ത് 7 ഡേ ഡെലിവറിയാണ് ചൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10-14 ദിവസം കൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടാറുണ്ട് എന്നും അശ്വി പറയുന്നുണ്ട് അല്ലേ. അതാണ് സത്യം. 8 മാസം എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. മറ്റുള്ളവർക്ക് 1 കൊല്ലം എടുത്താലും കിട്ടാത്ത പ്രൊഡക്റ്റ് അശ്വി ചേച്ചിക്ക് 1 ആഴ്ച കൊണ്ട് കിട്ടും. എന്നിട്ട് പറയാണ് എനിക്കും 8 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടാറുള്ളത് എന്നൊക്കെ. നിങ്ങൾക്ക് മാത്രമല്ല, ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എനിക്കും പ്രൊഡക്റ്റ് ലേറ്റ് ആയിട്ടാണ് കിട്ടാറുള്ളത്. മൂൺ ഗോഡസ് നിങ്ങളെ പറ്റിക്കുന്നതല്ല എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 8 മാസത്തിന്റെ കണക്കൊക്കെ പറയുന്നത്. സത്യത്തിൽ ഈ അനിത ഒരു വസ്ത്രത്തിന് പരസ്യം ചെയ്യുന്ന സമയത്ത് ധരിക്കുന്ന അതേ വസ്ത്രം തന്നെയാണ് അശ്വിക്ക് അയച്ചു കൊടുക്കാറുള്ളത് എന്ന് ഇവരുടെ പഴയ ഇന്റർവ്യൂവിൽ ഇവർ രണ്ടാളും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പരസ്യം ചെയ്യാൻ വേണ്ടി ധരിക്കുന്ന വസ്ത്രം ഇവൾ സെയിൽ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പകരം അശ്വയെ പോലുള്ള ഫ്രണ്ട്സിന് അത് അയച്ചു കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ഡെലിവറി നടക്കും, ഒറിജിനൽ സാധനം തന്നെ കിട്ടുകയും ചെയ്യും. ഇത് ഇവര് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടാണ് ഇപ്പൊ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഞാനും ഈ സൈറ്റ് വഴി ഓർഡർ ചെയ്യാറുണ്ട്, എനിക്കും 8 മാസം എടുത്തൊക്കെയാണ് സാധനം കിട്ടുന്നത് എന്നൊക്കെ അടിച്ചു വിടുന്നത്. ബാക്കി ഉണ്ടോക്കെ എന്തായാലും എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല. എന്താണെങ്കിലും ഞാനും അവളും ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 1-2 വർഷം ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ടാണ് ഞാനും പിന്നെ വീഡിയോ ചെയ്യുന്നില്ല, അവളും അങ്ങനെ ഇതാവാറില്ല. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ള വീഡിയോസാണ് അതല്ലാണ്ട് ദർ ഇസ് നോ സോർട്ട് ഓഫ് പേയ്മെൻറ്റ് ഇൻവോൾവ് അങ്ങനെയൊക്കെ. പിന്നെ അവൾ പ്രോഡക്ട്സ് എന്താ ലേറ്റ് ആവുന്നത് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. എനിക്ക് അങ്ങനത്തെ യാതൊരു അവളായിട്ടുള്ള പ്രൊഫഷണൽ ഡീലിങ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പറയാനായിട്ട്. നിങ്ങൾ എന്നെ അവരോട് എന്നെ ചോദിക്കും. അതെ, പ്രൊഡക്റ്റ് ലേറ്റ് ആവുന്നതിനെ കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് പ്രൊമോഷൻ ചെയ്യാൻ മാത്രമാണല്ലോ അല്ലെ. ഞാൻ മുന്നും പിന്നും നോക്കാതെ എന്തും പ്രൊമോട്ട് ചെയ്യും. പക്ഷെ അത് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയാവൂല. അതിനെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കേണ്ട. അതൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് എന്താണെന്ന് വെച്ചാൽ ഡീലാക്കിക്കോ. എനിക്ക് എന്റെ ഫോളോവേഴ്സിനോട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല, കമ്മിറ്റ്മെന്റ്സും ഇല്ല. കൊള്ളാം അശ്വി, വളരെ മികച്ചൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണിത്. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടില്ല, പക്ഷേ എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പ്രോഡക്ട്സിൽ ഹാപ്പിയാണ്. ഞാൻ കൂടുതലും ബുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ബ്ലൗസ് ഇല്ലേ തുന്നാവുന്ന, ഈ ഓണത്തിനൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബ്ലൗസ് പീസസ് അങ്ങനത്തെ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ടോപ്സ് അങ്ങനെയൊക്കെ 1 ഡേ ഡിസ്പാച്ചിലുള്ളത് അതൊക്കെ ഞാൻ മേടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കൂ, മൂൺ ഗോഡ്സ് മാത്രമല്ല ഏതൊരു ഇതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കൂ. റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ആ ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ മൂൺ ഗോഡ്സിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ തന്നെ കാണാം വളരെ ലേറ്റ് ആണ് എന്നുള്ളതും ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്കത് തീരുമാനിക്കാമല്ലോ, അത് ഓർഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. അത്രേ എനിക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. അതിലപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം എന്തായാലും എനിക്ക് അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞാനത് ഇല്ല നിങ്ങൾ മേടിക്കൂ, അത് കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെ പറയുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ചുമ്മാ പറയുന്നതാണോ. അപ്പോൾ എനിക്ക് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ട്, വളരെ ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. എന്നെ അറിയാവുന്നതുകൊണ്ട് സെൻഡ് ചെയ്ത് തരുന്നതാന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ടാവും. അപ്പം അതാണ് എനിക്ക് അത് തന്നെ പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ 1 ഡേ ഡിസ്പാച്ച് അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് ആണ് ഏറ്റവും അധികം ഓർഡർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കി ചെയ്യൂട്ടോ. ഇതിലപ്പുറം ഞാൻ എന്താ പറയാ, ഒന്നും പറയണ്ട, ഇത്രയും പറഞ്ഞത് ധാരാളം. എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി കിടന്നുരുളണ്ട. 1 ഡേ ഡിസ്പാച്ചും 7 ഡേ ഡിസ്പാച്ചും ഒക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ് എനിക്കും കുറെ ലേറ്റ് ആയിട്ടാണ് 7-8 മാസം എടുത്തൊക്കെയാണ് പ്രൊഡക്റ്റ് കിട്ടാറുള്ളത് എന്ന് പറഞ്ഞത്. ഈ ലൈവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അശ്വിക്ക് പോലും താൻ പറഞ്ഞ കാര്യത്തിലുള്ള വിരോധാഭാസം മനസ്സിലായതെന്ന് തോന്നുന്നു. എന്തോ എന്തായാലും ഇനി ഒരിക്കലും മൂൺ ഗോഡ്സിനെ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണെന്ന് അശ്വി പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷെ അതങ്ങനെ വെറുതെ ഒരു സൂപ്പർ
സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഫോളോവേഴ്സിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് എടുത്ത തീരുമാനവുമല്ല. ഇഷ്ടം പോലെ നെഗറ്റീവ്സും ഹെയ്റ്റും വന്നപ്പോൾ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇനി മൂങ്കോഡ്സുമായി കൊളാബ് ചെയ്യേണ്ടതെന്ന് അശ്വി തീരുമാനിച്ചത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി കൂടുതൽ അങ്ങോട്ട് ന്യായീകരിച്ച് മഴിക്കണ്ട. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.